നമസ്കാരം. ഓം 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 കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഇപ്പോൾ ലങ്കാധിപതിയായ രാവണൻ മാരീചൻ്റെ ആശ്രമത്തിൽ എത്തിയിരിക്കുകയാണ്. മാരീചനാണ് സീതയെ മോഷ്ടിക്കാൻ ഏറ്റവും നല്ല കുബുദ്ധിയുള്ള ആളെന്ന് രാവണന് തോന്നി. അവിടെ ചെന്ന് മാരീചനോട് പറയുകയാണ്, ഞാൻ വളരെ കഷ്ടത്തിലായിരിക്കുകയാണ്. എൻ്റെ സഹോദരന്മാരെല്ലാവരും ജനസ്ഥാനത്ത് വസിച്ച് മഹർഷിമാരെയുമൊക്കെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അവരെ തപസ് ചെയ്യാൻ അനുവദിക്കാതെ അവർ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ രാമൻ ഒരാൾ മാത്രം രാമൻ്റെ അസ്ത്രപ്രയോഗത്താൽ 14,000 രാക്ഷസന്മാരെയും ഖരനെയും ദൂഷണനെയും ഒക്കെ കൊന്നൊടുക്കിയെന്ന് പറയുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സീതയെ അപഹരിച്ച് എന്നെ ഈ ആപത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് മാരീചനോട് പറയുകയാണ്. ഇനി അടുത്ത ശ്ലോകങ്ങൾ വായിക്കാം, പാരായണം ചെയ്യാം. ശ്ലോകം 9. ശ്ലോകം 9. നിഹതാനി ശരൈർദീപ്തൈർ മാനുഷേണ പദാതിന ഖരച്ഛ നിഹതസംഖ്യേ ദൂഷണച്ഛ നിപാതിത. ജ്വലിക്കുന്ന അസ്ത്രങ്ങൾ കൊണ്ട് വാഹനത്തിലല്ലാതെ പാദചാരിയായ ആ മനുഷ്യൻ, അതായത് രാമൻ, 14,000 രാക്ഷസരെയും ഖരനെയും ദൂഷണനെയും വീഴ്ത്തി ത്രിശിരസിനെയും വധിച്ച് ദണ്ഡകവനത്തെ നിർഭയമാക്കി. ശ്ലോകം 10. ശ്ലോകം 10, 11. ഹത്വാ ത്രിശിരസം ചാപി നിർഭയാ ദണ്ഡകാ കൃതാഃ പിത്രാസ നിരസ്തഃ ക്രുദ്ധേന സഭാര്യക്ഷണജീവിതഃ ഹന്ത തസ്യ സൈന്യസ്യ രാമ ക്ഷത്രിയപാംസനഃ അശീലാകർഷകസ്തീക്ഷ്ണോ മൂർഖോ ലബ്ധോ ജിതേന്ദ്രിയഃ. 10, 11 ശ്ലോകങ്ങളുടെ അർത്ഥം. ക്രുദ്ധനായ പിതാവിനാൽ പരിത്യക്തനും ക്ഷത്രിയാധമനും ദുസ്വഭാവനും കർക്കശനും കടുപ്പപ്പെട്ടവനും മൂഢനും ലോഭസ്വഭാവനും കാമിയും അധർമാത്മാവും പ്രാണികൾക്ക് അഹിതം ചെയ്യുന്നതിൽ രമിക്കുന്നവനുമായ ആ ഹന്താവ് സ്വന്തം കയ്യൂക്കിൻ്റെ മാത്രം ബലത്തിൽ ശത്രുതയ്ക്ക് കാരണം ഉണ്ടാക്കിയിട്ടില്ലാതിരുന്ന എൻ്റെ സഹോദരിയെ എന്താണ് ചെയ്തതെന്ന് അടുത്ത ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നു. ശ്ലോകം 12. ത്യക്തധർമാത്വധർമാത്മാ ഭൂതാനാമഹിതേ രതഃ യേന വൈര്യം വിനാരണ്യേ സത്വം ആസ്തായ കേവലം. എൻ്റെ സഹോദരിയെ വിരൂപണം ചെയ്തു. സുതോപമയായ ദേവകന്യതുല്യയായ അവൻ്റെ ഭാര്യ സീതയെ ബലാത്കാരമായി കൊണ്ടുപോരണം. ശ്ലോകം 13, 14.
കർണാനാസാപകാരേണ ഭഗിനീ മേ വിരൂപിത അസ്യ ഭാര്യാം ജനസ്ഥാനാത് സീതാം സുരസുതോപമാം ആനയിഷ്യാമി വിക്രമ്യ സഹായസ്തത്ര മേ ഭവ ത്വയാ ഹ്യഹം സഹായേന പാർശ്വസ്ഥേന മഹാബല. 13-14 ശ്ലോകങ്ങളുടെ അർത്ഥം. അതിനെനിക്ക് സഹായം നൽകിയാലും അങ്ങെൻ്റെ കൂടെ സഹായിയായുണ്ടെങ്കിൽ അല്ലയോ മഹാബല, ഭ്രാതാക്കളോടുകൂടി എനിക്ക് ദേവന്മാരെ പോലും വകവയ്ക്കേണ്ടതില്ല. അതിനാൽ എനിക്ക് സഹായിയായി ഭവിക്കുക. അങ്ങ് സാമർഥ്യം തികഞ്ഞവനാണ്. ശ്ലോകം 15. ഭ്രാതൃഭിച്ഛസുരാൻ സർവാൻ നാഹമത്രാഭിചിന്തയേ തത്സഹായോ ഭവത്വം മേ സമർത്ഥ്യോ ഹ്യസി രാക്ഷസ. വീര്യത്തിലും യുദ്ധത്തിലും തനിക്കാൻ പോരുമേലും അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഉപായങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും മായാപ്രയോഗങ്ങളിലും വിശാരദനാണ് ശൂരനായ ഭവാൻ. 15 ശ്ലോകങ്ങളാണ് 36-ാം സർഗത്തിലേത് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.